ഹാപ്പി ബർത്ത്ഡേ. താനെന്താ ഈ വേഷത്തിലൊക്കെ? ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഇനി ഞാൻ ഈ വേഷത്തില. ഹാപ്പി ബർത്ത്ഡേ പുള്ളേ. താങ്ക്സ് ഇക്ക. ഇന്നെന്തൊക്കെയാ ഇപ്പൊ പ്രോഗ്രാംസ്? നല്ല ബിസി ആയിരിക്കും അല്ലേ? പിന്നെ നട റോഡിൽ ഉറിയടിയുണ്ട്, 10-400 ഫ്ലോട്ടിൽ കയറാനുണ്ട്, പിന്നെ ഗോപികമാരുമായിട്ട് ഡാൻസ്. കരോളൊന്നും ഇല്ലേ? ഇല്ല, വൈകിട്ട് വെടിക്കെട്ടുണ്ട്. എന്ത് വേടേ? അല്ല അങ്ങനല്ല, ഘോഷയാത്രക്ക് കുറെ നടക്കണ്ടേ? അതേ ഉള്ളൊരു കുഴപ്പം. പിന്നെ എപ്പോഴും അമ്പലത്തിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഇടയ്ക്കിടയ്ക്ക് ഭക്തജനങ്ങളെ കാണാൻ പുറത്തൊക്കെ ഇറങ്ങണ്ടേ? അപ്പൊ പുള്ള എപ്പോഴാ പോണത്? അല്ല, ഞാൻ അതിനാ പോകുന്നത്. ഇതൊക്കെ ചെയ്യല നാട്ടിൽ വേറെ പിള്ളേരുള്ളത്. അങ്ങോട്ട് നോക്കൂ. ഹേ കൃഷ്, അറിഞ്ഞില്ലേ ഇന്ന് ഗുരുദേവന്റെ ബർത്ത്ഡേയാ? വിഷ് ചെയ്താ? അയ്യോ, മറന്നുപോയി. എവിടെ അദ്ദേഹം? പിറന്നാൾ ആശംസകൾ ഗുരുദേവ. നന്ദിയുണ്ട്. കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ഡൗട്ടാ, താങ്കൾ മനുഷ്യരോട് പറഞ്ഞ ഏറ്റവും നല്ല കാര്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മഹത്വമായെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നുള്ളതാണ്. ഈ മനുഷ്യന്മാരെ സമ്മതിക്കണം അല്ലേ കൃഷ്? എന്താണ്? ചന്ദ്രനൊക്കെ അങ്ങ് ചന്ദ്രനിൽ ലാൻഡായി. പണ്ട് രാവണ അനിമയുടെ മാത്രമേ ഉള്ളായിരുന്നു ഇതൊക്കെ. പറഞ്ഞിട്ട് എന്നാ കാര്യം? ചതുർത്ഥി ആയി കഴിഞ്ഞാൽ കേരളത്തിലുള്ളവന്മാർക്ക് ചന്ദ്രനെ കണ്ടുകൂടല്ലോ. എന്താന്നറിയത്തില്ല, കേരളത്തിൽ മാത്രം പ്രത്യേക ചന്ദ്രനും ചൊവ്വയൊക്കെയാ. ആരാണ് ഇവിടെ ചന്ദ്രനെ പറ്റി പറഞ്ഞത്? ഇക്ക വന്നല്ലോ. ചന്ദ്രനെ പറ്റി പറയാൻ ഏറ്റവും കറക്റ്റ് ആൾ ഇക്കയാ. ഇക്ക പറ. ഓനെ പറ്റി നമ്മൾ എന്ത് പറയാനാ? ഓനുള്ളതുകൊണ്ടല്ലേ നമ്മുടെ കലണ്ടറൊക്കെ ബർക്കത്തായിട്ട് ഇരിക്കണത്. അല്ലിക്ക, കേരളത്തിലെ ചില ദിവസം ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പോകുന്നവരെമാര് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അവന്മാർക്ക് പിരാന്താണ്, പക്ഷെ ഞമ്മക്ക് ചന്ദ്രനാണ് മെയിൻ. പിന്നെ അല്ലാണ്ട് പണിക്ക് പോകാതിരിക്കാനായിട്ട് ഇവന്മാരുടെ ഓരോ അടവുകളെ. പിന്നെ ചന്ദ്രനെ കാണാഞ്ഞിട്ടല്ലേ കുബേർ ബ്രോ ഒക്കെ റിച്ച് ആയത്. ഹേ കൃഷ്, ഇന്ന് ഇക്കയുടെ ബർത്ത്ഡേയാ. വിഷ് ചെയ്താ? അയ്യോ, മറന്നുപോയി. ഹാപ്പി ബർത്ത്ഡേ ഇക്ക. താങ്ക് യു പുള്ളേ. അല്ല, പിള്ളേരൊക്കെ പറയുന്നുണ്ട് ഇക്കയെന്ന് കാണണമെന്ന്. അതെ, കണ്ടിരുന്നെങ്കിൽ അവര് വല്ല വെണ്ണമല്ല മേടിച്ചു തന്നെ. എന്റെ ബദരീങ്ങളെ വേണ്ട, എന്നിട്ട് വേണം ഇവന്മാർ എനിക്ക് 6 തലയും 20 കൈയൊക്കെ വെച്ച് തരാം. ശരിയാ, ഇങ്ങർക്ക് നീലടിച്ച പോലെ നിങ്ങൾക്ക് പോലെ തത്തപ്പച്ച അടിച്ചു വന്നേനെ. അല്ല, ഈ റാലിക്ക് ഇക്ക പറഞ്ഞ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കണമെന്നല്ലേ? അതെ, പിള്ളേരൊക്കെ ഇത് നല്ല രീതിക്ക് ചെയ്യാറുണ്ടല്ലോ. അതെ, പക്ഷെ ഇക്ക അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ചിലയിടത്തൊക്കെ DJ വരെ ഉണ്ടെന്നാ കേൾക്കുന്നേ. അയ്യോ, നമ്മളിങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. നമ്മളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന കുറെ പുള്ളകൾ. എന്നാലും നമ്മുടെ രാമേട്ടന്റെ പടം പൊട്ടിപ്പോയല്ലേ? അതിനെന്താ, നമ്മുടെ അടുത്ത പടം വരുന്നുണ്ടല്ലോ, നമ്മുടെ പ്രഭാസ്കരുണ്ട്, കൽക്കി. പ്രഭാസ്കരനായിരുന്നു രാമേട്ടനായിട്ട്. അത് വിട്, അത് നിങ്ങളുടെ വേറെ വെർഷനല്ലേ. നിങ്ങൾക്ക് ആ പടം 6:30 സീരിയൽ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ കൊച്ചു TV-യിലും. സീരിയലോ? ഞാൻ സിനിമയിലുണ്ടല്ലോ, മറ്റേ ജഗണ പടം. അന്നേരം നായകൻ പൃഥ്വിരാജല്ലേ, താൻ നടയിൽ കൂടെ തോർത്തുമായിട്ട് നടക്കത്തല്ലേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് കമ്മിയായിരുന്നു. തനിക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊക്കെ പാൻ വേൾഡ് പടം ഉണ്ട് കേട്ടോ. ഏത് പടം? പാഷൻ ഫ്രൂട്ട്, അല്ല പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. എന്നാ നമുക്ക് ഇക്ക ഉണ്ടായിരുന്നു, ഇക്കോടി ചോദിക്കായിരുന്നു. അതിന് നമ്മളിവിടെ ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ഏതാ പടം? അത് വരും എന്ന് പറയുന്നുണ്ട്. അതേത് പടം? ബില്ലല്ലേ? ഞാൻ വല്ല ദീപാരാധനയ്ക്ക് പോവാടേ.